ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇത്രയും ഫീമെയിൽ സ്റ്റാഫാണ് മെജോറിറ്റി. ക്രിയേറ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ടാൻട്രംസും ഉണ്ടാവുന്ന ഒരു ഫീൽഡാണ്. അതെങ്ങനെയാണ് ശരിക്കും സിബിയെ മാനേജ് ചെയ്യുന്നത്? വളരെയധികം പറഞ്ഞ പോലെ ഒത്തിരി ഈ ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുന്തോറും അവരുടെ ടാൻട്രംസും കൂടും എന്നൊരു ഫാക്ടറാണ്. പക്ഷെ നമ്മളതിനെ നല്ല രീതിയിലൊരു ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ എല്ലാ മന്തും ഷൂട്ട്സും നമുക്ക് പുതിയ പ്രൊഡക്റ്റും ഒക്കെ ഇറങ്ങുന്നൊരിതുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അവരുടേതായ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ചിലവർ നിർത്തുന്നവരുണ്ട്, ചിലവർ വരാത്തവരുണ്ട്. പക്ഷേ അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക, അവരോട് സംസാരിക്കുക. അല്ലാതെ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവരോട് ഇങ്ങനെ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം അങ്ങനെ ഒരിക്കലും പറയാറില്ല. പറയാറുണ്ട്, പക്ഷേ ഇൻ എ ബെറ്റർ വേ. അതായത് അവരും കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവരോട് കാര്യങ്ങൾ പറയാറുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ അവരോട് കുറേ കിടന്ന് ചൂടായിട്ടും, അത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവരൊരു പറയുന്നൊരു രീതിയുണ്ട്. ആ ഒരു നല്ല രീതിയിൽ പറയുവാണെങ്കിൽ ദേ ആർ ഹാപ്പി. ഇപ്പോൾ ലീവ് ആണെങ്കിൽ പോലും ഞാൻ പറയും ലീവ് എടുത്തു, പക്ഷേ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ വർക്ക് ആൻഡ് പോകണം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുമ്പ് എനിക്ക് സാധനം കിട്ടണം, നിങ്ങൾ ലീവ് എടുത്തോ, നോ പ്രോബ്ലം. അപ്പോൾ തന്നെ നമ്മൾ തീർക്കാനുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് തീർക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരും ഓക്കെ, നമുക്കും ഓക്കെ.